നമുക്കറിയാം PV അൻവർ പാണക്കാടെത്തി തങ്ങളെ കാണുകയും തന്റെ നിലപാട് അറിയിക്കുകയും ചെയ്ത് ഇപ്പോൾ ഉപാധികളൊന്നുമില്ലാതെ കൂടെ നിൽക്കാൻ ഒരുങ്ങി നിൽക്കുന്ന PV അൻവറിനെ സ്വീകരിക്കാൻ UDF സംസ്ഥാന നേതൃത്വം ആലോചിക്കുമ്പോൾ ഇതിനോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് മലപ്പുറത്തെ കോൺഗ്രസുകാർ. ലീഗ് മുൻകൈയെടുത്ത് അൻവറിനെ കൊണ്ടുവരികയാണെങ്കിൽ അൻവറിന് വേണ്ട സീറ്റും ലീഗ് തന്നെ നൽകണമെന്ന നിലപാടിലാണ് മലപ്പുറത്തെ കോൺഗ്രസ്. LDF ക്യാമ്പ് വിട്ട PV അൻവർ UDFന്റെ ഭാഗമാകാൻ ഒരുങ്ങുമ്പോൾ മലപ്പുറത്ത് അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ചെയ്യുമോ എന്ന ആശങ്കയാണ് കോൺഗ്രസിനുള്ളത്. 16 മണ്ഡലങ്ങളിൽ 4 മാത്രമാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. പൊന്നാനി, തവനൂർ, നിലമ്പൂർ, അതിനു പുറമെ സംവരണ മണ്ഡലമായ വണ്ടൂർ മാറ്റി നിർത്തിയാൽ പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജയസാധ്യതയുള്ളത് നിലമ്പൂരിലാണ്. ആര്യടൻ ഷൗക്കത്തും DCC പ്രസിഡന്റായ VS ജോയും നിലമ്പൂർ മണ്ഡലത്തിനു വേണ്ടി സജീവമായ രംഗത്തുണ്ട്. ഇനി ഇവർക്ക് സീറ്റ് നിഷേധിച്ച് പകരം അൻവറിനെ മത്സരിപ്പിച്ചാൽ ചിലപ്പോൾ മറ്റു മണ്ഡലങ്ങളിലെ ജയസാധ്യതകളെപ്പോലും അത് സ്വാധീനിച്ചേക്കും. വനം വന്യജീവി നിയമ ഭേദഗതിയെ മുൻനിർത്തിയാണ് അൻവർ UDF നേതാക്കളെ കാണുന്നതെങ്കിലും ആത്യന്തികമായി ഇത് എത്തിച്ചേരുക സീറ്റ് ചർച്ചകളിലാണെന്ന വിലയിരുത്തലാണ് കോൺഗ്രസിനുള്ളത്. ഇതെല്ലാം ദീർഘവീക്ഷണത്തോടെ കണ്ടുകൊണ്ടാണ് ആര്യടൻ ഷൗക്കത്ത് അൻവറിന്റെ നടപടികളെ നിശിതമായി വിമർശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് അൻവറിന് അല്പം വൈകിപ്പോയി എന്ന അഭിപ്രായമുണ്ട്. കാരണം കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂരിലെ കർഷകർക്ക് ഈ കാട്ടാൻ അക്രമത്തിനെതിരെ നമ്മൾ വലിയ ജനകീയ സമരങ്ങൾ നടത്തി വരിക. ഇതൊക്കെ നടത്തുമ്പോഴും നമ്മൾ ഈ ശബ്ദം മുൻപ് കേട്ടിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്. മുസ്ലിം ലീഗാണ് അൻവറിനു വേണ്ടി ഇപ്പോൾ UDFൽ സമ്മർദ്ദം ചെലുത്തുന്നത്. സംസ്ഥാനത്തെ മലയോര മേഖലകളിൽ അൻവറിന്റെ സാന്നിധ്യം സ്വാധീനമുണ്ടാക്കുമെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. കോൺഗ്രസിനാണെങ്കിൽ ലീഗിന്റെ അഭിപ്രായത്തെ തള്ളിക്കളയാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ അൻവറിനെ മുന്നണിയുടെ ഭാഗമാക്കുകയാണെങ്കിൽ സീറ്റ് കാര്യത്തിൽ ലീഗ് തന്നെ വിട്ടുവീഴ്ച ചെയ്യട്ടെ എന്ന നിലപാടാണ് മലപ്പുറത്തെ കോൺഗ്രസിനുള്ളത്. ലീഗ് കൈവശം വച്ചിരിക്കുന്ന സീറ്റുകൾ ഏതെങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറാകട്ടെ എന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. അൻവറിന്റെ സ്വന്തം മണ്ഡലമായ ഏറനാടും അൻവറിന് ഏറെ സ്വാധീനമുണ്ടെന്ന് അവകാശപ്പെടുന്ന മഞ്ചേരിയും തിരുവമ്പാടിയുമെല്ലാം ലീഗ് മണ്ഡലങ്ങളാണ്. ഇതിൽ തിരുവമ്പാടി മാത്രമാണ് ലീഗ് മത്സരിച്ച് പരാജയപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ അൻവറിനെ സ്വാഗതം ചെയ്യുന്ന ലീഗ് നേതാക്കൾ പലരും സീറ്റ് വിട്ടുകൊടുക്കുന്ന കാര്യം വരുമ്പോൾ എന്ത് നിലപാടെടുക്കുമെന്നതും ശ്രദ്ധേയമാകും. അതിനിടെ വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിച്ച് മുന്നണിയിൽ സമ്മർദ്ദം ചെലുത്താനുള്ള ഒരുക്കങ്ങൾ PV അൻവർ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. മലപ്പുറത്തുനിന്നും CB അനുമോദ്, ന്യൂസ് 18. അതേസമയം PV അൻവർ ഇന്ന് തിരുവനന്തപുരത്തെത്തി UDF നേതാക്കളെ കാണും എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. CB അനുമോദ് ഇന്നലെ ലീഗ് നേതാക്കളെ കണ്ടിരുന്നു. അവരുടെ അനുഗ്രഹാശസ്സുകൾ ഉണ്ട് അൻവറിന്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരികയാണ്. VD സതീശനെ കാണണം, രമേശ് ചെന്നിത്തലയെ കാണണം, CP ജോണിനെ കാണണം, കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ കാണണം. അങ്ങനെ എല്ലാ UDF നേതാക്കളുടെയും പിന്തുണയോടുകൂടി വലിയ പ്രശ്നമൊന്നുമില്ലാതെ UDFന്റെ ഭാഗമാകുക എന്ന ലക്ഷ്യമാണ്. പക്ഷെ അതത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യവുമല്ല. എന്താണ് അൻവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ? ഉപാധികളൊന്നുമില്ലാതെ UDFന്റെ ഭാഗമാകുമെന്ന് പുറത്തു പറയുമ്പോഴും അങ്ങനെ ആവാനുള്ള സാഹചര്യമില്ലല്ലോ. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു MLA, അതും ഭരണപക്ഷത്ത് ഉണ്ടായിരുന്ന, നിലവിൽ നിലമ്പൂര് പോലെ കോൺഗ്രസിന്റെ ശക്തമായ കോട്ടയായിരുന്ന ഒരു മണ്ഡലത്തിൽ നിന്ന് വന്ന ഒരു MLAയെ മുന്നണിയിലേക്ക് എടുക്കുമ്പോൾ സീറ്റ് കൊടുക്കാതിരിക്കുക എന്നുള്ളത് രാഷ്ട്രീയ മര്യാദയല്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇപ്പോൾ അൻവർ സീറ്റ് വേണ്ട, ഒരു ഉപാധിയുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും തെരഞ്ഞെടുപ്പിന്റെ സമയമാകുമ്പോഴേക്കും ആ ഒരു രീതിയിൽ നിന്നൊക്കെ മാറി സീറ്റ് ചർച്ചകളിലേക്ക് തന്നെ പേര് വരാൻ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മലപ്പുറത്തെ കോൺഗ്രസ്സുകാർ ഇതിനെ അത്ര താല്പര്യം കാണിക്കാതെ നിൽക്കുന്നത്. കാരണം എങ്ങനെ അൻവർ UDFലേക്ക് എത്തിയാലും അതിന്റെ നഷ്ടം നിലവിലുള്ള കോൺഗ്രസിന് ഉണ്ടാകരുത് എന്ന ഒരു നിരീക്ഷണമാണ് അവർക്കുള്ളത്. നിലവിൽ തന്നെ നമുക്കറിയാം, നിലമ്പൂര് അത് കോൺഗ്രസിന്റെ ഏറെ പ്രതീക്ഷയുള്ള സീറ്റാണ്. അൻവർ ഇടതുപക്ഷത്തിന്റെ ഭാഗമായപ്പോൾ മാത്രമാണ് 2 തവണയായിട്ട് അവിടെ കോൺഗ്രസ് നഷ്ടമായിട്ടുള്ളത്. വണ്ടൂർ സീറ്റ് സംവരണ സീറ്റ് ആയതുകൊണ്ട് അവിടെ മറ്റൊന്നും പ്രതീക്ഷിക്കാനാകില്ല. മറ്റൊരു അൻവറിന് അവിടെ മത്സരിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാണ്. പിന്നെ പൊന്നാനിയും തവനൂരുമാണ്. അവിടെയൊക്കെ 2 സീറ്റ് വിട്ടുകൊടുത്താൽ കോൺഗ്രസിലെ നിലവിലുള്ള നേതാക്കൾക്ക് തന്നെ മത്സരിക്കാൻ മണ്ഡലമില്ലാത്ത സാഹചര്യം വരും. അപ്പോൾ സീറ്റൊക്കെ മുന്നണിയുടെ ഭാഗമായിക്കോട്ടെ, അതിനെ എതിർക്കുന്നില്ല. പക്ഷെ സീറ്റ് കൊടുക്കണമെങ്കിൽ അത് ലീഗിന്റെ കെയർ ഓഫിലുള്ള, ലീഗിന്റെ കൈവശമുള്ള, ലീഗ് റിസ്ക് എടുക്കാൻ തയ്യാറാവുന്ന ഏതെങ്കിലും മണ്ഡലത്തിൽ കൊടുക്കട്ടെ എന്ന ഒരു അഭിപ്രായമാണ് മലപ്പുറത്തെ കോൺഗ്രസ്സുകാർക്കുള്ളത്. അത് അൻവറിന്റെ സ്വന്തം മണ്ഡലം, അൻവറിന്റെ നാട് ഒതായിയാണ്. ഒതായി നിൽക്കുന്ന ഏറനാടാവട്ടെ, അല്ലെങ്കിൽ അതിന് തൊട്ട് നിൽക്കുന്ന മഞ്ചേരി ആവട്ടെ, അതിനപ്പുറം നിൽക്കുന്ന തിരുവമ്പാടി ആവട്ടെ, ഇതൊക്കെ തന്നെ അൻവറിന് സ്വാധീനമുള്ള മേഖലകൾ കൂടിയാണ് എന്നാണ് അൻവർ അവകാശപ്പെടുന്നത്.
സ്വാഭാവികമായിട്ടും അപ്പോൾ ഈ 3 മണ്ഡലങ്ങളും ലീഗിന്റെ കൈവശമാണ്. ലീഗ് വിട്ടുവീഴ്ച ചെയ്യട്ടെ എന്നൊരു അഭിപ്രായമാണ് കോൺഗ്രസിനുള്ളത്. ഇതൊക്കെ ചർച്ചകൾ കഴിഞ്ഞ് ഏത് തരത്തിൽ ഉരുത്തിരിഞ്ഞ് വരുമെന്ന് പറയാനാകില്ല. എങ്കിൽ പോലും ഈ അൻവറിനെ പോലെ ഒരു നേതാവ് UDFന്റെ ഭാഗമാകുമ്പോൾ അത് കേവലം ഒരു പ്രക്ഷോഭങ്ങളുടെ പേരിൽ മാത്രമാകില്ല, വരുംകാല പ്രവർത്തനങ്ങളുടെ പേരിലും. അതുപോലെ തന്നെ ഇന്നലെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ ഒരു വാക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്ത തവണ UDF അധികാരത്തിലേറാൻ എല്ലാ വഴികളും നോക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനിയും അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ച് സാധ്യമുള്ള കാര്യമല്ല. സ്വാഭാവികമായിട്ടും അൻവറിന്റെ സാന്നിധ്യം അതിന് ഉപയോഗപ്പെടുത്തുമെന്ന് തന്നെയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നത്. അങ്ങനെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ അൻവർ മത്സരിക്കുകയും അൻവറിന്റെ ഒപ്പമുള്ളവർക്ക് പരിഗണന കൊടുക്കുകയും വേണം. അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ടു തന്നെയാണ് മലപ്പുറത്തെ കോൺഗ്രസ്സുകാർ ഇതിനോടൊരു നിസ്സംഗ ഭാവത്തിൽ നിൽക്കുന്നത്. എന്താണ് നേതൃത്വം പറയുന്നതെങ്കിൽ അതിനനുസരിച്ച് തീരുമാനമെടുക്കാം. അവർക്ക് പറയാനുള്ള അവസരം വരുമ്പോൾ ഈ കാര്യങ്ങൾ പറയാം എന്നൊരു നിലപാടാണ് മലപ്പുറത്തെ കോൺഗ്രസിനുള്ളത്. അൻവറാകട്ടെ ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതുവരെയൊക്കെ അൻവറിനോടുള്ള UDFന്റെ സമീപനം സ്വീകാര്യമാണ്. കാരണം എല്ലായിടത്തും അൻവറിനെ തള്ളിപ്പറയാത്ത സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട്. ലീഗിന്റെ നല്ല പിന്തുണയുണ്ട്. കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളൊക്കെ അൻവറിനൊപ്പം തന്നെയുണ്ട്. കെ സുധാകരനൊക്കെ അൻവറുമായി അത്രയും വലിയ ആത്മബന്ധം പുലർത്തുന്ന നേതാവ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹം അൻവർ ഒപ്പം നിൽക്കണം എന്ന് പാർട്ടിക്കുള്ളിൽ ശക്തമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു നേതാവ് കൂടിയാണ്. സ്വാഭാവികമായിട്ടും അൻവറിന്റെ ഇനിയുള്ള തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലപ്പുറത്തു നിന്നുള്ള കോൺഗ്രസിന്റെ അഭിപ്രായം കൂടി ഉണ്ടാകുന്നതെങ്കിൽ ഈ ഒരു കാര്യം അവിടെ ശ്രദ്ധേയമാകും. ലീഗ് അതിന് തയ്യാറാകുമോ എന്നുള്ള കാര്യവും എന്താണെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ചർച്ചകൾ തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ആലോചനകളിൽ വരുന്ന ഒരു കാര്യം കൂടിയാകും. രഞ്ജിത്ത്. ശരി, CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സിറോ മലബാർ